അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ സ്ഥാപക ദിനമാണ്. ഇന്ന് STUവിന് ഇന്ന് 68ാം പിറന്നാളാണ്. ഈ സ്ഥാപക ദിനത്തിൽ ബഹുമാന്യനായ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിനെ കരുത്തോടെ നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ അരനൂറ്റാണ്ടുകാലം സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STUവിനെ കരുത്തോടെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രിയങ്കരനായ അഖിലേന്ത്യാ അധ്യക്ഷൻ പ്രിയങ്കരനായ അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം, അദ്ദേഹം ചന്ദ്രിക ദിനപത്രത്തിൽ STUവിന് ഇന്ന് 68ാം പിറന്നാൾ എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തെക്കുറിച്ചാണ്, STUവിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിങ്ങോട്ട് പ്രതിപാദിക്കുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU സംസ്ഥാനാടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായി രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് 68 വർഷം പൂർത്തിയാവുന്നു. തൊഴിലാളികൾ സ്വതന്ത്രമായി സംഘടിക്കണമെന്ന വിപ്ലവകരമായ ആശയം അവതരിപ്പിച്ചത് 1951 KM സിദി സാഹിബാണ്. മുസ്ലിം ലീഗുകാരായ തൊഴിലാളികൾ ട്രേഡ് യൂണിയൻ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുന്ന കാലമായിരുന്നു അത്. 1944 ജനുവരി 21 മലബാർ കേന്ദ്രമായി മുസ്ലിം ലേബർ യൂണിയൻ രൂപീകരിച്ചപ്പോൾ മുസ്ലിം തൊഴിലാളികൾ അതിൽ ആകൃഷ്ടരായി. KK അബുസാഹിബിൻ്റെയും കുടലൂർ മൊയ്തീൻകുട്ടി സാഹിബിൻ്റെയും നേതൃത്വത്തിൽ 3-4 വർഷം കൊണ്ട് മുസ്ലിം ലേബർ യൂണിയൻ പോരാട്ട ശക്തിയായി മാറി. മലബാറിനെ വിറപ്പിച്ചുകൊണ്ട് ഈ തൊഴിലാളി സംഘടന പാലക്കാട്ടെ RVG ഗൗഡർ, ആലത്തൂർ ആപ്പിൾ, ഫോട്ടോ മാർക്ക് ബീഡി, ആനമാർക്ക് കമ്പനികളിൽ ഊർജ്വല സമരങ്ങൾക്ക് നേതൃത്വം നൽകി. 34,000 മെമ്പർമാർ എന്തിനും തയ്യാറായി മുന്നോട്ട് വന്നു. സംഘടന കത്തി നിൽക്കുന്ന സമയത്ത് KK അബുസാഹിബ്, കുടലൂർ മൊയ്തീൻകുട്ടി എന്നിവരിൽ രാഷ്ട്രീയ ചിന്താമാറ്റമുണ്ടാവുകയും 1948 തിരുനാവായയിൽ വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ വെച്ച് അവർ മുസ്ലിം ലേബർ യൂണിയൻ പിരിച്ചുവിടുകയും മുസ്ലിം ലീഗ് വിട്ടുപോവുകയും ചെയ്തു. എന്നാൽ അണികളായ മുസ്ലിം ലീഗുകാർ കൂടെ പോയില്ല. നേതാക്കൾ ഇല്ലാത്തതു കാരണം സംഘടനാ സംവിധാനമില്ലാതെ പ്രവർത്തകർ ക്ഷയോന്മുഖമായി കൊണ്ടിരുന്നു. പലരും KM സിദി സാഹിബിനെ പോയി നേരിൽ കണ്ടു. തൊഴിലാളികൾ സ്വതന്ത്രമായി സംഘടിക്കണമെന്നും ജാതിമത രാഷ്ട്രീയ ചിന്താഗതികൾക്ക് അതീതമായി എല്ലാവരെയും കൂട്ടിയിണക്കി അധ്വാനിക്കുന്നവരുടെ പ്ലാറ്റ്ഫോമായി മതേതരാടിസ്ഥാനത്തിൽ സംഘടിക്കണമെന്നും അദ്ദേഹം ബഹുമാന്യനായ മർഹൂം KM സിദി സാഹിബ് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് ട്രേഡ് യൂണിയൻ എങ്ങനെയാവണമെന്ന് വിശദീകരിച്ച് ചന്ദ്രികയിലൂടെ പ്രിയപ്പെട്ട KM സിദി സാഹിബ് അന്ന് മാർഗനിർദ്ദേശവും നൽകി. പാലക്കാട്ടെ 6 നമ്പർ ബീഡി കമ്പനിയിൽ ESM ഹനീഫ ഹാജിയും KM ഹംസയും ചേർന്ന് ആദ്യത്തെ STU ഘടകം രൂപീകരിച്ചു. 1955 മുസ്ലിം ലീഗ് കൗൺസിൽ യോഗത്തിൽ തൊഴിലാളി വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ മുസ്ലിം ലീഗ് പാർട്ടി പ്രത്യേകമായ കമ്മിറ്റി രൂപീകരിച്ചു. 1956 രണ്ടാം പകുതിയിൽ കോഴിക്കോട്ടെ തൊഴിലാളികൾ കൂട്ടത്തോടെ STUവിൽ ചേർന്നു. ആ കമ്മിറ്റിയുടെ ശുപാർശ കൂടി പരിഗണിച്ച് 1956 നവംബർ 11, 12 തീയതികളിൽ എറണാകുളത്ത് ചേർന്ന മുസ്ലിം ലീഗിൻ്റെ പ്രഥമ കേരള സംസ്ഥാന കമ്മിറ്റി ഗൗരവമായി വിഷയം ചർച്ച ചെയ്തു. വളരെ ആശാവഹരമായ തീരുമാനം വന്നു. നാടെങ്ങും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ രൂപീകരിക്കാനുള്ള തീരുമാനം പാർട്ടിയുടെ ഒന്നാം സംസ്ഥാന പ്രവർത്തക സമിതി കൈക്കൊണ്ടു. മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ
KM സിദി സാഹിബ്, ബഡേക്കണ്ടി പോക്കർ സാഹിബ്, KM മൗലവി, EM ഹനീഫ ഹാജി, MPM അഹമ്മദ് കുരിക്കൽ, CH മുഹമ്മദ് കോയ, CP കുഞ്ഞാലിക്കുട്ടി KE, ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ്, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, നാട്ടിക അബ്ദുൽ മജീദ്, K ഹസൻ ഗനി, P അബ്ദുൽ മജീദ്, ഈസ അഹമ്മദ് സേട്ട്, N മരക്കർ ഹാജി, T മുഹമ്മദ് ഇസ്മായിൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തിരുന്നു. പാർട്ടി തീരുമാനം പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ 1957 മെയ് 5 കോഴിക്കോട് വലിയങ്ങാടിയിലെ സ്വതന്ത്ര കൈവണ്ടി തൊഴിലാളി യൂണിയൻ ഓഫീസിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള STU ഘടക പ്രതിനിധികളെ കൺവീനർ NPC ബാവ വിളിച്ചു ചേർക്കുകയും അവിടെ വെച്ച് പ്രഥമ സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ESM ഹനീഫ് ഹാജി പ്രസിഡന്റും KM ഹംസ ജനറൽ സെക്രട്ടറിയും NPC ബാവ ട്രഷററുമായി കമ്മിറ്റിയിൽ നിലവിൽ വന്നു. വൈസ് പ്രസിഡന്റായി വന്ന K ചാത്തുനായർ, ഉപദേശക സമിതി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട അരങ്ങിൽ ശ്രീധരൻ, അഡ്വക്കേറ്റ് PM പത്മനാഭൻ, CK ഗോവിന്ദൻ നായർ, PT ഭാസ്കര പണിക്കർ, PK ശങ്കരൻകുട്ടി എന്നിവരെ പറ്റിയൊക്കെ അന്നൊരു ചർച്ചാ വിഷയമായിരുന്നു. STUവിൻ്റെ മതേതര സ്വഭാവം അക്കാലത്ത് തന്നെ ഏറെ ഉയർത്തി കാണിക്കപ്പെട്ടിട്ടുണ്ട്. 1957 EMS സർക്കാരിനെതിരെ STU നടത്തിയ ഉജ്ജ്വല പോരാട്ടം ട്രേഡ് യൂണിയൻ ചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭവങ്ങളിലൊന്നായി മാറി. 1000 ബീഡിക്ക് ഒരു 14 അണ വേണമെന്നാവശ്യപ്പെട്ട് ഏറെ നാട്ടിലെ ഉശിരന്മാരായ ബീഡി തൊഴിലാളികൾ നടത്തിയ മഞ്ചേരി കോഴിക്കോട് മാർച്ചും നൂറുകണക്കിന് പേർ ജയിലിലായ 1 മാസം നീണ്ടുനിന്ന ഹജൂർ ആഫീസ് ഉപരോധവും അവസാനം EMS സർക്കാർ സമരങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി ആവശ്യങ്ങൾ അംഗീകരിച്ചതും ചരിത്രത്തിന് മറക്കാൻ കഴിയില്ല. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ കേരളം, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, തെലങ്കാന, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ആസാം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൊക്കെ STUവിൻ്റെ സമ്മേളനങ്ങളും പരിപാടികളും നടത്തിവരുന്നു. ബീഹാർ, ആന്ധ്ര കൺവെൻഷനുകൾക്ക് രൂപമായിക്കൊണ്ടിരിക്കുന്നു. 2.5 ലക്ഷത്തിലേറെ മെമ്പർമാരുള്ള കേരള കമ്മിറ്റി തുടരെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട് ഘടകം ട്രിച്ചി, കോയമ്പത്തൂർ, തിരുനെൽവേലി, സേലം, തഞ്ചാവൂർ എന്നിവിടങ്ങളിൽ നടത്തിയ മേഖലാ തൊഴിലാളി സമ്മേളനങ്ങളും ഗോഹട്ടി, അമരാവതി, ഹൈദരാബാദ്, മീറത്ത്, നാദിയ, ബിക്രംപൂർ, കോട്ടക്കുപ്പം സമാഗമങ്ങളും പുതിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിട്ടുണ്ട്. കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിമാരായ ഡോക്ടർ മാൻസുഖ് മാണ്ഡവ്യ, ഭൂപേന്ദ്ര യാദവ് എന്നിവരെ കണ്ട് നൽകിയ നിവേദനം 4 ഫെഡറേഷൻ ദേശീയ കമ്മിറ്റികളും സമ്മേളനങ്ങളും, കോഴിക്കോട് ദക്ഷിണ മേഖലാ സംഗമം, പാലക്കാട് ഫെഡറേഷൻ സംഗമം, മൈസൂരിലെ ദേശീയ എക്സിക്യൂട്ടീവ് അങ്ങനെ പ്രവർത്തനം വ്യാപിപ്പിക്കുമ്പോൾ KM സിദി സാഹിബിൻ്റെ ഒരു വചനം മുറുമുറുകയാണ്: ഒരു കാലം വരും സ്വതന്ത്ര യൂണിയൻ ഇന്ത്യക്ക് തന്നെ റോൾ മോഡലാകും. ഇന്ന് കേരളമാണ് STUവിൻ്റെ റോൾ മോഡൽ. ബഹുമാന്യനായ STUവിനെ പടുത്തുയർത്താൻ കേരളത്തിലും ദേശീയ തലത്തിലും നേതൃത്വം വഹിച്ച പ്രിയങ്കരനായ ദേശീയ പ്രസിഡന്റ്, പ്രിയപ്പെട്ട പത്രാധിപരും അതോടൊപ്പം തന്നെ ചരിത്ര പുസ്തകങ്ങൾക്ക് ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ തൻ്റേതായ കൈമുദ്രയിൽ പതിപ്പിച്ചിട്ടുള്ള ചരിത്രകാരൻ കൂടിയായ ബഹുമാന്യനായ അഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ണിക്കുളം ഇന്ന് ചന്ദ്രികാ ദിനപത്രത്തിൽ മുൻ പത്രാധിപർ കൂടിയായ
ബഹുമാന്യനായ നേതാവ് ഇന്നത്തെ ചന്ദ്രികയിൽ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതിയതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. സ്വന്തം തൊഴിലാളി യൂണിയൻ STUവിൻ്റെ സംഘടനാ തലത്തിൽ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, എളിയൊരു സംഘാടകൻ എന്നുള്ള നിലക്ക് ഇന്നത്തെ ഈ STUവിൻ്റെ 68ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ STUവിൻ്റെ സ്ഥാപക ദിനത്തിൽ ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു STUവിൻ്റെ 68ാം പിറന്നാൾ എന്ന ഈ ഒരു തലക്കെട്ടിൽ എഴുതിയ ലേഖനം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷത്തോടെ ഞാൻ കരുതുകയാണ്. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU വളരെ ശക്തമായി തന്നെ കേരളത്തിൽ മുന്നേറുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പടിക്കൽ 5000 തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മറ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രൂപത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. അതിന് നേതൃത്വം നൽകിച്ച പ്രിയങ്കരനായ മുൻ ദേശീയ പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ STUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന സംഘടനാ മികവുള്ള കരുത്തനായ നേതാവ് അഹമ്മദ് കുട്ടി സാഹിബ്, ബഹുമാന്യനായ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സാഹിബിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ ശക്തമായ സമരഭടന്മാർ നേതൃത്വം നൽകിയ ശക്തമായ ഒരു പ്രതിഷേധ സംഗമം നേതൃത്വം നൽകിയ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള സാഹിബിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU കരുത്തോടെ മുന്നേറുകയാണ്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രിയ നേതാക്കൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ STUവിൻ്റെ സ്ഥാപക ദിനത്തിൽ 2 വാക്ക് പറയാൻ ഇന്നത്തെ ഈ ഒരു ബഹുമാന്യനായ അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ലേഖനം കൂടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ജയ് STU.